നമസ്കാരം, ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഭാഗമായ ബേബി ഡാം ശക്തിപ്പെടുത്താൻ കേരളം സഹകരിക്കണമെന്ന സുപ്രീം കോടതി വിധിയിൽ ഭേദഗതി ആവശ്യപ്പെട്ട് മറ്റൊരു ഹർജി സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് നിയമോപദേശം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ മോഹൻ കത്താറിക്കയാണ് നിയമോപദേശം നൽകിയത്. സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ പരിശോധനയ്ക്കും ബലക്ഷയ നിർണയത്തിനും ശേഷമാകാം ഡാം ബലപ്പെടുത്തണമെന്ന വാദത്തിൽ കേരളം ഉറച്ചു നിൽക്കണം. സുപ്രീം കോടതിയിലും ഉന്നതാധികാര സമിതിയിലും ഈ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന നിയമോപദേശം സർക്കാരിന്റെ പരിഗണനയിലാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയായി നിജപ്പെടുത്തിയത് സുപ്രീം കോടതി 5-അംഗ ബെഞ്ചാണ്. എന്നാൽ ബേബി ഡാം ബലപ്പെടുത്താൻ തമിഴ്നാടിനെ അനുവദിച്ചതാകട്ടെ 3-അംഗ ബെഞ്ചും. ആദ്യം ഡാം ബലപ്പെടുത്തിയാൽ ജലനിരപ്പ് 142 അടിക്ക് മുകളിൽ ഉയർത്തണമെന്നാണ് ആവശ്യപ്പെടാൻ തമിഴ്നാടിന് അവസരമൊരുങ്ങും. 5-അംഗ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുമ്പോൾ അത് മറികടന്ന് 3-അംഗ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാൻ കേരളത്തിന് ബാധ്യതയില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മിസലേനിയസ് ഹർജി നൽകണമെന്നും പുനരവലോകന ഹർജി നൽകരുതെന്നും അഡ്വക്കേറ്റ് മോഹൻ കത്താർക്കിയുടെ നിയമോപദേശം. 5-അംഗ ബെഞ്ചിന്റെ വിധി വന്നതിനാൽ 3-അംഗ ബെഞ്ചിന്റെ വിധി നടപ്പാക്കുന്നതിൽ നിയമപരമായ പിശകുണ്ട്. അതിനാൽ 3-അംഗ ബെഞ്ചിന്റെ വിധിയിൽ ഭേദഗതി ആവശ്യപ്പെടണമെന്നും നിയമോപദേശത്തിൽ പറയുന്നു. ബേബി ഡാം ശക്തിപ്പെടുത്താനായി മരങ്ങൾ മുറിക്കാൻ അനുമതി തേടി തമിഴ്നാട് നൽകിയ അപേക്ഷയിൽ 2 ആഴ്ചക്കകം തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ 19-ന് കേരളത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതോടെയാണ് സർക്കാർ നിയമോപദേശം തേടിയത്. വിഷയത്തിൽ കേരളത്തിന്റെ ശുപാർശ ലഭിച്ചാൽ കേന്ദ്ര സർക്കാർ 3 ആഴ്ചക്കകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. അണക്കെട്ടിന് സമീപത്തെ 23 മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് നൽകിയ അപേക്ഷ കേരളം നിരസിച്ചിരുന്നു. തുടർന്നാണ് മെയ് 14-ന് തമിഴ്നാട് പുതിയ അപേക്ഷ നൽകിയത്. ഇതിൽ തീരുമാനമെടുക്കാൻ 35 ദിവസം സാവകാശമുണ്ടെന്ന കേരളത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. 2 ആഴ്ചക്കുള്ളിൽ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു.